അദാനി ഗ്രൂപ്പ് കൂടി വയർ ആൻഡ് കേബിൾ സെക്ടറിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ വയർ ആൻഡ് കേബിൾ സെക്ടറിലെ മുൻനിര സ്റ്റോക്കുകളിലെല്ലാം സെല്ലിംഗ് പ്രഷർ വന്നു. KEA ഇൻഡസ്ട്രീസ്, പോളിക്യാബ്, RR കേബിൾ, ഫിനോലെക്സ് കേബിൾസ്, ഹാവൽസ് ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകൾ 15% ഇടിഞ്ഞ് ട്രേഡ് ചെയ്യുന്നു. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് മാർജിനലി പോസിറ്റീവ് സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം അദാനി ഗ്രൂപ്പ് പുറത്തുവിട്ട എക്സ്ചേഞ്ച് ഫയലിംഗ് പ്രകാരം അദാനി എൻ്റർപ്രൈസസിൻ്റെ സബ്സിഡറി കമ്പനിയായ കച്ച് കോപ്പർ ലിമിറ്റഡ് എന്ന കമ്പനി പ്രണീത ഇക്കോ കേബിൾസ് ലിമിറ്റഡ് എന്ന കമ്പനിയുമായി ചേർന്ന് ഒരു ജോയിൻ്റ് വെഞ്ചർ കമ്പനി രൂപീകരിക്കുകയും വയർ ആൻഡ് കേബിൾ സെഗ്മെൻറ്റിലേക്ക്, അതായത് വയർ ആൻഡ് കേബിളുകളുടെ നിർമ്മാണം, വിതരണം, വിൽപ്പന, വാങ്ങൽ തുടങ്ങിയ മേഖലകളിലേക്ക് അദാനി ഗ്രൂപ്പ് പ്രവേശിച്ചതായി അറിയിക്കുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മുൻനിര സ്റ്റോക്കിലൊന്നായ KEA ഇൻഡസ്ട്രീസ് 15% ഇടിഞ്ഞ് 2802 ട്രേഡ് ചെയ്യുന്നു. പോളിക്യാബ് 9.8% ഇടിഞ്ഞ് 4920 രൂപയ്ക്കടുത്തും, ഹാവൽസ് ഇന്ത്യ 5% ഇടിഞ്ഞ് 1470 രൂപയ്ക്കടുത്തും, ഫിനോലെക്സ് കേബിൾ 4.7% ഇടിഞ്ഞ് 827 രൂപയ്ക്കടുത്തും ട്രേഡ് ചെയ്യുന്നു. പുതിയൊരു സെക്ടറിലേക്ക് കൂടി പ്രവേശിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അദാനി എൻ്റർപ്രൈസസ് 1.6% ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. വയർ ആൻഡ് കേബിൾ സെക്ടറിലേക്ക് വളരെ വലിയ പ്രൊമിനൻ്റായ കമ്പനികൾ ഇപ്പോൾ എൻട്രി ചെയ്യുകയാണ്. ഫെബ്രുവരി മാസത്തിൽ ബിർള ഗ്രൂപ്പ് അൾട്രാടെക് സിമൻറ്റ് വഴി വയർ ആൻഡ് കേബിൾ സെക്ടറിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിച്ചിരുന്നു. എൻ്റയർ ബിൽഡിംഗ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഒരു വിപണന തന്ത്രമാണ് ബിർള ഗ്രൂപ്പ് അൾട്രാടെക് സിമൻറ്റ് എന്ന കമ്പനി വഴി നടത്തുന്നത്. ഈ സെക്ടറിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി 1800 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന 2 വർഷങ്ങളിൽ ബിർള ഗ്രൂപ്പ് നടത്തുകയും ചെയ്യും. വയർ ആൻഡ് കേബിൾ സെക്ടറിലേക്ക് പുതിയ കമ്പനികൾ കടന്നു വരുന്നത് ഈ സെക്ടറിലെ എക്സിസ്റ്റിംഗ് കമ്പനികൾ, അതായത് മുൻനിര കമ്പനികൾക്കിടയിലുള്ള കോമ്പറ്റീഷൻ വർദ്ധിക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിക്കും. ഇനി വയർ ആൻഡ് കേബിൾ സെക്ടറിൽ 73% സെക്ടറും അല്ലെങ്കിൽ 73% ഓർഗനൈസ്ഡ് കമ്പനികളാണ് പ്രവർത്തിക്കുന്നത്. ഈ സെക്ടറിലേക്ക് കടന്നു വരുന്നതിന് ഒരുപാട് റെഗുലേറ്ററി ഏജൻസികളുടെ അപ്രൂവലും കൂടാതെ വിതരണ ചാനലുകളുടെ സഹകരണവും ഉപഭോക്താക്കളുടെ സ്വീകാര്യതയും അത്യാവശ്യമാണ്. അതേസമയം വയർ ആൻഡ് കേബിൾ സെക്ടറിൽ ഒട്ടുമിക്ക കമ്പനികൾക്കും മികച്ച രീതിയിലുള്ള മാർജിൻ ലഭിക്കുന്നു എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒട്ടുമിക്ക കമ്പനികൾക്കും മികച്ച രീതിയിലുള്ള മാർജിനും 3 മുതൽ 9% EPSും ലയിച്ചേക്കും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ, അതായത് മുൻനിര കമ്പനികൾ വയർ ആൻഡ് കേബിൾ സെക്ടറിലേക്ക് കടന്നു വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ചെറുകിട വയർ ആൻഡ് കേബിൾ സെക്ടറിലെ സ്റ്റോക്കുകളിലും ഇന്ന് ബൈയിങ് മൊമെൻറ്റം ശക്തമായി. യൂണിവേഴ്സൽ കേബിൾസിൻ്റെ സ്റ്റോക്ക് 4.6%, കോട്സ് കേബിളിൻ്റെ വില 2.7%, പ്ലാസ വയേഴ്സിൻ്റെ വില 2.2%, അൾട്രാ ക്യാബ് ഇന്ത്യയുടെ വില 3%, ജിഗാർ കേബിൾസിൻ്റെ വില 5% ഉയർന്നു. ഈ ചെറുകിട കമ്പനികളെ ഏതെങ്കിലും വൻകിട കമ്പനികൾ ഏറ്റെടുത്തേക്കുമെന്നുള്ള പ്രതീക്ഷയുടെ പശ്ചാത്തലത്തിലാണ് ഈ ചെറിയ സ്റ്റോക്കുകളിലൊക്കെ ബൈയിങ് മൊമെൻറ്റം വന്നത്. മോത്തിലാൽ ഓസ്വാളിൻ്റെ ഫിനാൻഷ്യൽ അനലിസ്റ്റുകളുടെ ഒപ്പീനിയൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 80,000 കോടി രൂപയുടെ വാല്യൂഷനാണ് വയർ ആൻഡ് കേബിൾ സെക്ടറിനുള്ളത്. 2014 മുതൽ 2024 വരെയുള്ള വർഷത്തിൽ വയർ ആൻഡ് കേബിൾ സെക്ടർ 9% CAGR കൂടിയുള്ള വളർച്ചയാണ് കൈവരിച്ചത്, അതായത് GDPയുടെ 1.5% വളർച്ച. വൈദ്യുതിയുടെ ഡിമാൻഡ് വർദ്ധിക്കുന്നതും അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള ഊർജ്ജത്തിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുന്നതും റിന്യൂവബിൾ എനർജിയുടെ ഡിമാൻഡ് വർദ്ധിക്കുന്നതും റിയൽ എസ്റ്റേറ്റ് അപ്സൈക്കിളും ടെലികോം സെക്ടറിലെ വളർച്ചയും ഡാറ്റാ സെൻറ്ററുകൾ പുതിയ രീതിയിൽ വളർന്നു തുടങ്ങിയതുമൊക്കെ വരും സമയങ്ങളിൽ വയർ ആൻഡ് കേബിൾ സെക്ടറിലെ ഡിമാൻഡിന് പിന്നിലെ പ്രധാന ട്രിഗറായി പ്രവർത്തിച്ചേക്കും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വയർ ആൻഡ് കേബിൾ സെക്ടറിലെ കമ്പനികളിലും മികച്ച രീതിയിലുള്ള വളർച്ച പ്രതീക്ഷിക്കാം. അതേസമയം വലിയ കമ്പനികൾ ഈ സെക്ടറിലേക്ക് കടന്നു വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ മുൻനിര കമ്പനികളുടെ വാല്യൂഷനിൽ ഇടിവ് വരാൻ സാധ്യതയുണ്ട്. കൂടാതെ മുമ്പ് അൾട്രാടെക് സിമൻറ്റ് ഈ സെക്ടറിലേക്ക് കടന്നു വന്നപ്പോൾ പോളിക്യാബ്, KEA ഇൻഡസ്ട്രീസ് തുടങ്ങിയ പല സ്റ്റോക്കുകളും സെല്ലിംഗ് പ്രഷറിലൂടെ കടന്നുപോയി. സെല്ലിംഗ് പ്രഷറിലൂടെ കടന്നുപോയിട്ടും ബ്രോക്കേജുകൾ സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും റെഡ്യൂസ്ഡ് ടാർഗറ്റുമാണ് നൽകിയത്. ഇപ്പോൾ അദാനി ഗ്രൂപ്പ് കൂടി കടന്നു വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനികളുടെ റേറ്റിംഗ് ബൈ ആയി തുടരാനും ടാർഗറ്റിൽ ഇടിവ് വരാനും സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു.